ഹായ് ഹലോ വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു ഭാഗം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റീസണിങ്ങിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ റാങ്കിങ് ആൻഡ് ഓർഡർ. അപ്പോൾ നമുക്ക് എന്താ റാങ്കിങ് ആൻഡ് ഓർഡർ എന്ന് നോക്കാം. ഓക്കെ, ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ചോദ്യം ഇതാ കണ്ടോ, ഒരു ചോദ്യമാണ്. ഇൻ എ റോ ഓഫ് 50 സ്റ്റുഡൻസ് മനീഷ് ഈസ് 24th ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് മനീഷ്? ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറേ ചോദ്യങ്ങളുണ്ടല്ലേ. ഓർഡർ, അപ്പോൾ അവന്മാർ കുറച്ച് ആൾക്കാർ കുറച്ച് ഓർഡറിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം, എന്നിട്ട് വേണം നമ്മൾക്ക് എന്ത് ചെയ്യുക ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബേസിക്സിലോട്ടൊന്ന് പോവാം. ബേസിക്സിലോട്ട് പോകുമ്പോൾ ഓക്കെ നോക്കാം എന്താ ബേസിക്സ് എന്ന് നോക്കാം അല്ലേ. റാങ്കിങ്, ഓർഡറിങ് ഒന്നെങ്കിൽ റാങ്ക് ആയിരിക്കും അല്ലെങ്കിൽ അവന്മാരുടെ ഓർഡർ ആയിരിക്കും. അവൻ എത്രാത്തെ ആളാ, രണ്ടാമത്തെ ആളാ, അല്ലെങ്കിൽ അവിടെ നിന്ന് 10ാമത് ഇരിക്കുക, അവിടെ നിന്ന് 30ാമത് ഇരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എന്താ ഓർഡർ റാങ്കിങ് എന്ന് പറയുന്ന ചോദ്യം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഈ ഒരു ചോദ്യം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഓർഡർ ആൻഡ് റാങ്കിങ്. നോക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് ആ എക്സാമ്പിൾ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിലോട്ട് വരാം. ബാക്കിയുള്ള എല്ലാ ചോദ്യത്തിലേക്കും പോകാം. ഇപ്പോൾ ഒരു 10 കുട്ടികൾ ഇരിക്കുകയാണ്. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. മൊത്തം എത്ര? 10 കുട്ടികൾ ഇതാ ഇവിടെ ഇരിക്കുക. ഓക്കെ, 10 കുട്ടികൾ. ഓക്കെ, ഇവിടെ 10 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ മോഡൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രാകേഷ് എന്ന് പറയുന്നത്. ഒരാളുണ്ട്. ശരി, നമ്മുടെ ലെഫ്റ്റ് സൈഡ്, ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇത് റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് എന്നുമ്പോൾ ഇവിടെ നിന്നെണ്ണം, റൈറ്റ് സൈഡ് എന്നുമ്പോൾ അവിടെ നിന്നെണ്ണം. ഇത് ഫസ്റ്റ്, സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റ്, തേർഡ് ഫ്രം ദ ലെഫ്റ്റ്, ഫോർത്ത് ഫ്രം ദ ലെഫ്റ്റ്, ഫിഫ്ത്ത് ഫ്രം ദ ലെഫ്റ്റ്, അങ്ങനെയാ പോകുന്നത്. അപ്പോൾ റൈറ്റ് ആണെങ്കിലോ റൈറ്റ്, ഇത് റൈറ്റ് എൻഡ്, സെക്കൻഡ് ഫ്രം ദ റൈറ്റ്, തേർഡ് ഫ്രം ദ റൈറ്റ്, ഫോർത്ത് ഫ്രം ദ റൈറ്റ്, ഫിഫ്ത്ത് ഫ്രം ദ റൈറ്റ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓർഡർ മനസ്സിലായല്ലോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലേ. റൈറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് എൻഡിലിരിക്കുന്നവന്മാർ. അത് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഒരേപോലെ തന്നെയാണ്. അപ്പോൾ രാകേഷ് ലെഫ്റ്റിൽ നിന്നും എത്രയാ? തേർഡ് ഫ്രം ദ ലെഫ്റ്റാ. രാകേഷ് തേർഡ് ഫ്രം ലെഫ്റ്റ്. ടോട്ടൽ 10 സ്റ്റുഡൻസ്. Then how many persons are to the right of Rakesh? How many are to the right of Rakesh? രാകേഷിന്റെ റൈറ്റിലോട്ട് എത്ര പേരുണ്ട്? കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ ഇത് തന്നെ ഒന്ന് നോക്കിയേ. 1 2 3, മൂന്നാമതാണ് രാകേഷ് ഇരിക്കുന്നത്. മൊത്തം 10 ആൾക്കാരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ രാകേഷിന്റെ റൈറ്റിലോട്ട് എത്ര ആൾക്കാർ കാണും നോക്കിയേ. 1 2 3 4 5 6 7. എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിളായിട്ട് ഈ 10ൽ നിന്ന് ഈ രാകേഷിന്റെ പൊസിഷനായിട്ടുള്ള 3 അങ്ങ് കുറച്ചാൽ മതിയല്ലോ. 7 ആൾക്കാർ. വളരെ ഈസി. ഓക്കെ, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഇത്രയും തേർഡിൽ നിന്ന് ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഇങ്ങനെയാണ്. അപ്പോൾ തിരിച്ചൊന്ന് പറയുകയാണെങ്കിലോ രാകേഷ് റൈറ്റ് എൻഡിൽ നിന്ന് എത്ര? 1 2 3 4 5 6 7 8. റൈറ്റ് എൻഡിൽ നിന്നും 8th ആണ്. ഓക്കെ, റൈറ്റ് എൻഡ്. അപ്പോൾ റൈറ്റ് എൻഡിൽ നിന്നും 8th ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 10 ആൾക്കാരും ഉണ്ട്. ലെഫ്റ്റിലോട്ട് എത്ര ആൾക്കാർ കാണും? കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. ടോട്ടലുള്ള 10ൽ നിന്ന് ഈ 8 അങ്ങ് കുറച്ചാൽ മതി. എത്രയാ? 2 ആൾക്കാർ. കാരണം അവ അവിടെ നിൽക്കുകയാണെങ്കിൽ അവൻ്റെ ലെഫ്റ്റിലോട്ട് എത്രയാളാ? 1 2. ഈസി. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ് 1 ക്ലിയർ അല്ലേ? ടൈപ്പ് 1ൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈസിയാണ്. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ടൈപ്പ് 1 നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം ചെയ്യാവോ? ചെയ്യാം. ഈ ഒരു ചോദ്യം നോക്കാം. ഇൻ എ റോ ഓഫ് 50 സ്റ്റുഡൻസ്, മൊത്തം എത്ര കുട്ടികളുണ്ട്? മൊത്തം 50 കുട്ടികളുണ്ട്. മൊത്തം 50 കുട്ടികളുണ്ട്. മനീഷ് ഈസ് 24th ഫ്രം ദ ലെഫ്റ്റ്. മനീഷ് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 24th ആണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ റൈറ്റ് സൈഡ് ഓഫ് മനീഷ്? മനീഷിന്റെ റൈറ്റ് സൈഡിൽ എത്ര കുട്ടികളുണ്ട് എന്നതാണ് ചോദ്യം. റൈറ്റ് സൈഡിൽ എത്ര കുട്ടികൾ കാണും? കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. 50 - 24 എത്രയാ? 26 സ്റ്റുഡൻസ്. 26. ഈസി. ടൈപ്പ് 1 ക്ലിയർ ആണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? ഇല്ല, നോ ഡൗട്ട്, ഒരു ഡൗട്ടും ഇല്ല. ഈസി. നെക്സ്റ്റ്, അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ടൈപ്പ് 2. അപ്പോൾ ടൈപ്പ് 2 പഠിക്കണമെങ്കിൽ നമുക്ക് ടൈപ്പ് 2ന്റെ ബേസിക്സ് എന്താണെന്ന് അറിയണം അല്ലേ? ടൈപ്പ് 2 ഒരു ക്ലാസ്സിൽ ഒരു 10 കുട്ടികൾ, വീണ്ടും 10 കുട്ടികളുണ്ട്. 10 കുട്ടികൾ, 1 അല്ലേ, 2, 3, 4, 5, 6, 7, 8, 9, 10 കുട്ടികൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രാകേഷ്, ഇതാണ് നമ്മുടെ രാകേഷ് എന്ന് പറയുന്ന ആള്. ഓക്കെ, രാകേഷ് ഒരാളുണ്ട്. ഇതാണ് നമ്മുടെ രാകേഷ്, ഇതായിരിപ്പുണ്ട്. ഓക്കെ, ഇവരെ റാങ്ക് അനുസരിച്ചാണ് ഇങ്ങനെ നിർത്തിയേ. ഇവരെങ്ങനെയാണ് നിർത്തിയേ? റാങ്ക് അനുസരിച്ചാണ് നിർത്തിയേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് റാങ്ക് അനുസരിച്ച്. അപ്പോൾ ഇത് 1ാം റാങ്ക് കിട്ടിയ ആൾ, 2ാം റാങ്ക്, 3ാം റാങ്ക്, 4ാം റാങ്ക്, അങ്ങനെയാണ് നിർത്തിയേ. ഓക്കെ, അപ്പോൾ എനിക്ക് മൊത്തം എത്ര കുട്ടികളാണെന്നൊന്നും അറിയില്ല. എനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയതേ ഉള്ളൂ. എനിക്ക് മൊത്തം എത്ര കുട്ടികളാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നമുക്കറിയാമെന്നുള്ള ഒരു കാര്യമുണ്ട്. ലെഫ്റ്റിൽ നിന്നും രാകേഷിന്റെ റാങ്ക്, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നും രാകേഷ് നിൽക്കുന്നത് 4th ആണ്. റാങ്കും പൊസിഷനും എല്ലാം സെയിം തന്നെ ആയിരിക്കും. റാങ്ക് എന്ന് ചോദിച്ചാലും പൊസിഷൻ എന്ന് ചോദിച്ചാലും നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, രാകേഷ് ലെഫ്റ്റിൽ നിന്നും രാകേഷിന്റെ റാങ്ക് അല്ലെങ്കിൽ പൊസിഷൻ എത്രയാണ്? 4 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ലെഫ്റ്റിൽ നിന്ന് രാകേഷിന്റെ പൊസിഷൻ 4ാമതാണ്. റൈറ്റ് എൻഡിൽ നിന്നും രാകേഷിന്റെ പൊസിഷൻ ഒരു 7 ആണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7. ഓക്കെ, 7 ആണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് നോക്കിയപ്പോൾ 1, 2, 3, 4, 5, 6, 7, 7th ആണ്. ഓക്കെ, 7th ആണ്. എങ്കിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലെഫ്റ്റിൽ നിന്നും 4ാമതാണ്, റൈറ്റിൽ നിന്നും 7ാമതാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? എനിക്ക് ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചോ, ഇപ്പോൾ 10 കുട്ടികളെന്ന് എനിക്കറിയില്ല. എനിക്ക് ആകപ്പാട് അറിയാമെന്നുള്ളത് രാകേഷ് ലെഫ്റ്റിൽ നിന്നും 4th ആണ്, റൈറ്റിൽ നിന്നും 7th ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ അവിടെ ഉണ്ടാകും എന്നതാണ് എനിക്ക് കണ്ടുപിടിക്കാൻ ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഒന്ന് നോക്കിയാടാ, എനിക്കിവിടെ 7ഉം 4th മാത്രമല്ലേ ഉള്ളൂ. അവന്മാരെ ഒന്ന് ആഡ് ചെയ്തേ. 7 + 4, 7ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 11 കിട്ടുമല്ലോ. പക്ഷേ ഇവിടെ 11 പേരാണോ ഉള്ളത്? 11 പേരുണ്ടായിരുന്നപ്പോഴാണോ നമുക്കിത് കിട്ടിയേ? അല്ല. എത്ര പേരാ? 10 പേരല്ലേ. എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? 1നെ കുറച്ച് കളയണ്ടേ? 10. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? ഒരാൾ ലെഫ്റ്റിൽ നിന്നും 4th ആണ്, റൈറ്റിൽ നിന്നും 7th ആണ്. എങ്കിൽ ഇവിടെ ഞാൻ ഇയാളെ നോക്കിയപ്പോൾ ലെഫ്റ്റിൽ നിന്നും 4ാമത് കൂട്ടി, അവിടെ നോക്കിയപ്പോൾ ലെഫ്റ്റിൽ നിന്നും 7ാമത് കൂട്ടി. ഞാൻ 2 പ്രാവശ്യം ഇയാളെ കൂട്ടിയില്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഒരെണ്ണം കൂടുതലായിട്ട് 11 വന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ആ ഒരെണ്ണം കുറച്ച് കളയണം. അങ്ങനെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും സെയിം പേഴ്സണെ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും സെയിം പേഴ്സണെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരാളിനെ തന്നെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാർ, ടോട്ടൽ നമ്പർ മൊത്തം ആൾക്കാരെന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 + 7 - 1 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫോർമുല ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ആയിരിക്കും. ക്ലിയർ? ലെഫ്റ്റിലുള്ള ആള് പ്ലസ് റൈറ്റിലുള്ള ആള് -1 ആയിരിക്കും. ടോട്ടൽ നമ്പർ കിട്ടാനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഡൗട്ടുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ല. ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ആൻസറായി. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം ഒന്ന് നോക്കാം. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം എങ്ങനെയാ? റീനയുടെ റാങ്ക് 21st ഫ്രം ദ ടോപ്പ്. ടോപ്പിൽ നിന്ന് നമ്മൾ ടോപ്പിൽ നിന്നും ബോട്ടത്തിലൊന്ന് എടുത്താലും ഇതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഒരേ ആളാണ്. ടോപ്പിൽ നിന്ന് 21st ആണ്. 15th ഫ്രം ദ ബോട്ടം. ബോട്ടമിൽ നിന്ന് 15th ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? മുകളിലെന്ന് നോക്കിയപ്പോഴും താഴെന്ന് നോക്കിയപ്പോഴും ഒരാളെ തന്നെയാ കൗണ്ട് ചെയ്ത്. എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്തു? 2 ടൈംസ് കൗണ്ട് ചെയ്തു. അപ്പോൾ ഒരാളെ കുറച്ച് കളയണ്ടേ? ടോട്ടൽ കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം എന്താ? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ആണ്. നമ്മൾ ടോപ്പ് ബോട്ടത്തിന് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നോക്കിയാലും മതി, ഒന്ന് തന്നെയാണ് എല്ലാം. 15 പ്ലസ് 21 -1. അങ്ങനെയാണെങ്കിൽ എത്രയാ? 36 -1 35 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുമോ? 35. ഈസി ഈസി. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? രണ്ടാമത്തെ ടൈപ്പ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, നോക്കാം. സെയിം ക്വസ്റ്റ്യൻ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ. ഹേമന്ത് ഈസ് 16 ഫ്രം ദ ടോപ്പ്. ടോപ്പിൽ നിന്നും 16. അപ്പോൾ ഇവിടെയാണ് ഹേമന്ത് ഇരിക്കുന്നത്. ആൻഡ് 12th ഫ്രം ദ ബോട്ടം. ബോട്ടമിൽ നിന്ന് 12th. ഓക്കെ, രണ്ടും ഒരാളല്ലേ? 16th 12th. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ? എത്ര കുട്ടികളുണ്ടെന്ന് കാണാനായിട്ട് എന്ത് ചെയ്യാം? 16 പ്ലസ് 12 -1. 16 പ്ലസ് 12 28 -1 27. ഈസി 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 ക്വസ്റ്റ്യൻസ്. ടൈപ്പ് 2 ഓക്കെ ആണോ? ടൈപ്പ് 2 എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Starting from any end of the queue, your rank is 11th, then how many persons are there in the queue? നമ്മൾ ഏത് സൈഡിൽ നോക്കിയപ്പോഴും എൻ്റെ റാങ്ക് 11 ആണ്. ഏത് സൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നോക്കി, ഓക്കെ, ഇവിടെ നിന്ന് നോക്കിയപ്പോഴും എൻ്റെ റാങ്ക് 11th ആണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോഴും എൻ്റെ റാങ്ക് 11th ആണ്. കറക്റ്റ് അല്ലേ? രണ്ട് സൈഡിൽ നോക്കിയപ്പോഴും എൻ്റെ റാങ്ക് 11th ആണെന്ന് വെച്ചാൽ എന്നെ 2 പ്രാവശ്യം ഇവിടെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ആ ഫോർമുല മാത്രം മതി. ടോട്ടൽ നമ്പർ അല്ലേ? ഹൗ മെനി പേഴ്സൺസ് ആർ ദെയർ ഇൻ ദ ക്യൂ. ആ ക്യൂവിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. ഒരാളെ അല്ലേ നോക്കിയത്? 2 എൻഡിൽ നിന്ന് നോക്കിയില്ലേ? 2 എൻഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് ചെയ്യാമല്ലോ. 11 പ്ലസ് 11 -1 22 -1 21. ഓപ്ഷൻ 3. ഈസി ഈസി ഈസി. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. മോഹൻ വീണ്ടും 26th ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് എ റോ ആൻഡ് 12th ഫ്രം ദ റൈറ്റ് എൻഡ്. ഒരേ ആള് 2 എൻഡിൽ നിന്നും നോക്കി. കറക്റ്റ് അല്ലേ? ഒരേ ആളെ 2 എൻഡിൽ നിന്നും നോക്കി. മോഹനെ തന്നെയാണ്. 26th ഫ്രം ലെഫ്റ്റ് ആണ്, 12th ഫ്രം റൈറ്റ് ആണ്. ഒരേ ആള് 2 സൈഡ്. ഉറപ്പാണ്. എന്താ നമുക്കുള്ള ആൻസർ? 26 അല്ലേ? 26 പ്ലസ് 12 -1. മൊത്തം എത്ര കുട്ടികളുണ്ടെന്ന് കിട്ടൂലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം. 38 -1 37. ഓപ്ഷൻ 1. ഈസി 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 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു മോഡലാ. അടുത്ത ടൈപ്പ് 3 നോക്കാം. ടൈപ്പ് 3 ഞാൻ വീണ്ടും എടുക്കുകയാണ്. ഒരാൾ, ഓക്കെ, രാകേഷ്, നമ്മുടെ രാകേഷ് തന്നെ, എപ്പോഴും രാകേഷ് ലെഫ്റ്റ് എൻഡിൽ നിന്നും തേർഡാണ്. ഓക്കെ, രാകേഷ് ലെഫ്റ്റ് എൻഡിൽ നിന്നും തേർഡാണ്. അപ്പോൾ ഇവിടെ 1 2 3 ഇവിടെയാണ് നമ്മുടെ രാകേഷ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ രാകേഷ്. ലെഫ്റ്റ് എൻഡിൽ നിന്നും തേർഡാണ്. അടുത്ത് വേറൊരാളുണ്ട്. അയാൾ
ലെഫ്റ്റ് എൻഡിൽ നിന്നും 6 ആണ്. വേറൊരാളുണ്ട്, അയാൾ രാകേഷ് ലെഫ്റ്റിൽ നിന്നും 3rd ആണ്. വേറൊരാൾ മനു ഓക്കെ, മറ്റൊരാൾ മനു ലെഫ്റ്റിൽ നിന്നും 6 ആണ്. മനു ലെഫ്റ്റിൽ നിന്നും 6. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 2 3 4 5 6 6 ഓക്കെ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ മനു. എനിക്ക് ടോട്ടൽ എത്രയാണെന്നൊന്നും അറിയാനൊന്നും പറ്റില്ല, കാരണം എനിക്ക് റൈറ്റ് സൈഡിലോട്ട് ഒന്നുമില്ലല്ലോ, എനിക്ക് അതൊന്നുമില്ല. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ആർ ബിറ്റ്വീൻ രാകേഷ് ആൻഡ് മനു. രാകേഷിൻ്റെയും മനുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാമല്ലോ, രാകേഷിൻ്റെയും മനുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് കണ്ടുപിടിക്കാൻ. നോക്കിക്കേ, ഇവിടെ നിന്ന് 3 ആള്. രാകേഷ് 3rd ഫ്രം ദ ലെഫ്റ്റാ, മനു 6th ഫ്രം ദ ലെഫ്റ്റാ. രണ്ടും ലെഫ്റ്റ് തന്നെയല്ലേ, രണ്ടും ലെഫ്റ്റ് ഓക്കെ. ഇവിടെ ഇപ്പം എത്ര ആൾക്കാരുണ്ട് നോക്കിക്കേ, 2 ആളല്ലേ ഉള്ളൂ. ഇവിടെ എത്ര ആളുണ്ട്? 2 ആളല്ലേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എന്താ, മനുവിൻ്റെ പൊസിഷൻ എത്രയാ? വലിയ പൊസിഷൻ ഏതല്ലേ? 6. രാകേഷിൻ്റെ പൊസിഷൻ എത്രയാ? 3. 6 - 3 ചെയ്യും, അതിൻ്റെ കൂടെ ഒരൊന്നും കൂടെ കുറയ്ക്കും. ഓക്കെ, ഒരേ ഇതാണെങ്കിൽ അവന്മാരെ കുറച്ചിട്ട് അതിൻ്റെ കൂടെ എന്തും കൂടെ കുറയ്ക്കും? ഒരൊന്നു കൂടെ സബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അല്ലേ, അവന്മാരുടെ ഡിഫറൻസ് എടുത്തിട്ട് ഒന്നുകൂടെ സബ്സ്ട്രാക്ട് ചെയ്യണം. 3 - 1 3 - 1 എത്രയാ? 2. ഈസി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കി, ലെഫ്റ്റ് ഒരേ സൈഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അവന്മാരുടെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പൊസിഷൻ -1. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പൊസിഷൻ -1 ആണ്. സെയിം ഡയറക്ഷൻ ആവുമ്പോൾ, എന്ന് വെച്ചാൽ സെയിം ഡയറക്ഷനിൽ നിന്ന് ലെഫ്റ്റ്, അതുപോലെ റൈറ്റ്, രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കൂട്ടിയാലും രണ്ടുപേരും റൈറ്റിൽ നിന്ന് കൂട്ടിയാലും എന്താ, അവന്മാരുടെ എത്ര പേര് ബിറ്റ്വീൻ ഉണ്ട്? ഹൗ മെനി ആർ ബിറ്റ്വീൻ? അവന്മാരുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യുന്ന എന്താ, 2 പേരുടെയും ഡിഫറൻസ് എടുത്തിട്ട് 1 കുറയ്ക്കണം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. 2 പേരുടെയും ഡിഫറൻസ് എടുത്തിട്ട് 1 കുറയ്ക്കണം. ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും. ഈസി. പോകാമല്ലോ, ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ടൈപ്പ് ക്ലിയറായി. ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ലൈൻ x 15th ഫ്രം ദ ലെഫ്റ്റ് കോർണർ ആണ്. അപ്പോൾ ലെഫ്റ്റ് കോർണറിൽ നിന്ന് 15th. y 35th ഫ്രം ദ ലെഫ്റ്റ് കോർണറിൽ നിന്ന് 35th. ലെഫ്റ്റ് തന്നെയല്ലേ? ലെഫ്റ്റ് തന്നെയല്ലേ, മാറ്റമൊന്നുമില്ലല്ലോ. ലെഫ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഹൗ മെനി ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ? എക്സിൻ്റെയും വൈൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 35 - 15 ഡിഫറൻസ് ബിറ്റ്വീൻ ദം -1. ചെയ്യുമ്പോൾ 35 - 15 20 20 - 1 19 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുമോ? ഈസി. 19 ആൻസർ. ഒരേ ഡയറക്ഷനാണ്, ലെഫ്റ്റ് ആണ്, റൈറ്റ് ആണ്. 2 പേരുടെയും ഡിഫറൻസ് എടുക്കുക, 1 കുറയ്ക്കുക. അത്രേ ഉള്ളൂ. 2 പേരുടെയും ഡിഫറൻസ് എടുക്കുക, 1 കുറയ്ക്കുക. ചെയ്യാമല്ലോ. ഈസിയാണ് ക്വസ്റ്റ്യൻ. വീണ്ടും സെയിം ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ലൈൻ P ഈസ് 15 ഫ്രം ദ റൈറ്റിൽ നിന്നും P 15th ആണ്. അപ്പോൾ P 15th ആണ്. Q 25th ഫ്രം ദ റൈറ്റിൽ നിന്ന് 25th ആണ് ആരിയ്ക്കുന്നത്? Q ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Pൻ്റെയും Qൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Pൻ്റെയും ഇടയിൽ എത്ര ആൾക്കാരുണ്ട്? ഫൈൻഡ് ദ ഹൗ മെനി പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ P ആൻഡ് Q. ലെഫ്റ്റ് റൈറ്റ് ഏത് വന്നാലും നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? 2 പേരെയും കൂടെ മൈനസ് സബ്സ്ട്രാക്ട് ചെയ്യും, ഡിഫറൻസ് എടുക്കും. ചെയ്യുമ്പോൾ എന്താ, 25 - 15 സബ്സ്ട്രാക്ട് ചെയ്യുക, -1. 10 - 1 അല്ലേ, ഇത് 10 - 1 എത്രയാ? 9. ഓക്കെ, ക്ലിയർ. 9 ഈസി. ഓക്കെ അല്ലേ? ടൈപ്പ് 3 ക്ലിയർ ആവുന്നുണ്ടോ? സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല.
വീണ്ടും അടുത്ത ചോദ്യം. അപ്പോൾ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇൻ എ ലൈൻ ഓഫ് 45 സ്റ്റുഡൻസ്, മൊത്തം 45 സ്റ്റുഡൻസ് ഉണ്ട്. രാഹുൽ 10th ഫ്രം ദ ലെഫ്റ്റ് ആണ്, മനു 15th ഫ്രം ദ റൈറ്റ് ആണ്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ബിറ്റ്വീൻ രാഹുൽ ആൻഡ് മനു? രാഹുലിൻ്റെയും മനുവിൻ്റെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ്. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നും നമ്മൾ നോക്കിയാൽ നേരത്തെ ലെഫ്റ്റ് ആയിരുന്നു, റൈറ്റ് ആയിരുന്നു. അപ്പോൾ ഒരാൾ ലെഫ്റ്റും മറ്റേയാൾ റൈറ്റുമാണെങ്കിൽ, ഒരാൾ ലെഫ്റ്റും രണ്ടാമത്തെ ആൾ ലൈറ്റും ആണെങ്കിൽ ഡിഫറൻസ് കാണാൻ നമ്മൾ ചെയ്യുന്നത് എന്താ? വേറെ ഒന്നും ചെയ്യേണ്ട, അവന്മാരുടെ ഡിഫറൻസ് എടുത്താൽ മതി. നോക്കാം. ആദ്യം മൊത്തം 45 പേരല്ലേ? മൊത്തം 45 പേര്. ഈ 45-ൽ നിന്ന് യവന്മാരുടെ സമ്മ് കുറയ്ക്കുക. അത്രേ ഉള്ളൂ. എന്താ? ഈ 45-ൽ നിന്ന് യവന്മാരുടെ സമ്മ് കുറയ്ക്കുക. യവന്മാരുടെ സമ്മ് എത്രയാ? 10 + 15. 10 + 15 എത്രയാ? 25. 25 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 എന്ന് പറഞ്ഞ ആൻസർ കിട്ടുമോ? 20. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടോട്ടലിൽ നിന്ന്, അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡിഫറൻസ് കാണാൻ ടോട്ടലിൽ നിന്ന് ആരെ കുറയ്ക്കുക? അവരുടെ സമ്മ് കുറയ്ക്കുക. ടോട്ടൽ മൈനസ് ദെയർ സമ്മ്. അവരുടെ ടോട്ടലിൽ നിന്ന് അവരുടെ സമ്മ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ബിറ്റ്വീൻ എത്ര ആൾക്കാരുണ്ട്, അവരുടെ രണ്ടുപേരുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ടൈപ്പ് 3 ഓക്കെയാണ്. അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൊത്തം 90 പേഴ്സൺസ് ഉണ്ട്, മൊത്തം 90 ആൾക്കാരുണ്ട്. ഈ 90 ആൾക്കാരിൽ മൊത്തം 90 ആൾക്കാരുണ്ട്. ഈ 90-ൽ റോഹൻ 32nd ഫ്രം ദ ലെഫ്റ്റ്, ഇവിടെ നിന്ന് 32. സോഹൻ 14th ഫ്രം ദ റൈറ്റ്. ഹൗ മെനി പേഴ്സൺസ് ആർ ബിറ്റ്വീൻ റോഹൻ ആൻഡ് സോഹൻ? അപ്പോൾ ഇത് റോഹൻ, അത് സോഹൻ. അവന്മാരുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. റൈറ്റ് ലെഫ്റ്റ് 2 പേരുണ്ടെങ്കിൽ ബിറ്റ്വീൻ കാണാനായിട്ട് ടോട്ടലിൽ നിന്ന് എന്ത് ചെയ്യുക? അവരുടെ സമ്മ് കുറയ്ക്കുക. ടോട്ടൽ 90, സമ്മ് 32 + 14. 32 + 14 46. കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 44. ആൻസർ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെന്നോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.